ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഹോട്ട് വീൽ കളക്ഷനിൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട കുറച്ച് മോഡൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഹോട്ട് വീൽസ് കളക്ട് ചെയ്യണവരാണെങ്കിൽ അറിയാം ചില മോഡൽസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഇതിൽ പറയാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊക്കെ കുറേ ഓവർ പ്രൈസിന് വാട്സാപ്പിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഒക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യലുണ്ട്. ഡബിൾ റേറ്റിനും അതിൽ കൂടുതൽ വിലയാണല്ലോ ചില മോഡൽസിന്. അപ്പോൾ ഇത് നോർമൽ പ്രൈസിന് നിങ്ങൾക്ക് എവിടുന്നത് ഈസി ആയിട്ട് എന്ന് പറയില്ല, പക്ഷെ നോർമൽ പ്രൈസിന് നിങ്ങൾക്ക് എങ്ങനെ ഇത് കളക്ട് ചെയ്യാന്നുള്ളൊരു കാര്യം പറയാനാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ കൂടെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ബെസ്റ്റായിട്ട് തോന്നി നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കളക്ട് ചെയ്ത കുറച്ച് മോഡൽസും മാത്രം മൊത്തത്തിൽ കാണിക്കാൻ നിന്നാൽ അത് ശരിയാവില്ല. അപ്പോൾ നല്ലത് മാത്രം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഓരോന്നും പേരൊന്നും പറയുന്നില്ല. ഇതിൽ നമുക്ക് സൂപ്പർ ട്രഷറണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചിട്ടും പിന്നെ ബാക്കി മോഡൽസ് കുറച്ച് റയർ മോഡൽസ് ഉണ്ട്, അതും കൂടി കാണിക്കാം. ഈ മോഡല് സൂപ്പർ ട്രഷറണ്ടാണ്. ഇതിൽ രണ്ട് കാറ്റഗറിയാണ്. നമ്മളെ നോർമൽ കേസിൽ, എനിക്ക് കറക്റ്റ് എണ്ണം ഓർമ്മയില്ല, ഒരു കേസിൽ 78 പീസോ അങ്ങനെ എന്തോ ആണ് ഒരു ബോക്സിൽ വരിക. അതിൽ പകുതി പീസ് ഫാൻസി മോഡൽസ് ആണ് വരിക. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയ, കിഡ്സിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കേസ് മേടിക്കാൻ പറ്റില്ല. എ തൊട്ട് ക്യൂ വരെ ഒരുപാട് കേസ് വരുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല, നമുക്ക് അറിയുന്ന രീതിയിൽ പറയാം. ഇതിൽ ഏറ്റവും റയറായിട്ട് നമുക്ക് കിട്ടിയൊരു മോഡലാണ് ഇപ്പം ഞാൻ കാണിച്ചത്. ഇത് സൂപ്പർ ട്രഷറിൻ്റെ. ഇത് ഒരു 8-10 ബോക്സിൻ്റെ ഒക്കെ ഉള്ളിൽ, കറക്റ്റ് ബോക്സിൻ്റെ എണ്ണം അറിയില്ല, ഒരുപാട് ബോക്സിൻ്റെ ഉള്ളിൽ ഒരൊറ്റൊന്ന് മാത്രം വരുന്ന ഒരു മോഡലാണിത്. ഇത് കഴിഞ്ഞ സീസണിൽ ഇതും പിന്നെ നമ്മളതിൽ ഈ ഒരു ലാംബോർഗിനിൻ്റെ ഒരു വേറെ കളറും ഈ സൂപ്പർ ട്രഷറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഓഡി കോട്രോ എന്ന് പറഞ്ഞ മോഡലാണ്. അതിൽ അത് ആ സെയിം മോഡലിൻ്റെ തന്നെ ബ്ലാക്ക് ആണിത്. അതിൻ്റെ വേറെയും വൈറ്റ് അങ്ങനെയൊക്കെ അതെല്ലാം 2-3 കളർ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഗ്രീൻ മോഡല്, ഇതിൻ്റെ പെയിൻറ്റിങ് ഫിനിഷ് കാര്യങ്ങളിലൊക്കെ ചേഞ്ച് ഉണ്ടാവും. ഈ സൂപ്പർ ട്രഷറിൻ്റെ തന്നെ അത് മനസ്സിലാക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസിൻ്റെ അടിയിൽ ഒരു ഗോൾഡൻ ഫ്ലെയിം ഉണ്ടാവും. അത് സൂപ്പർ ട്രഷറിൻ്റെ ആണെങ്കിൽ, ഇപ്പോൾ ഈ മോഡല് ഇത് പോർഷേൻ്റെ ഒരു സഫാരി കാറാണ് വിൻറ്റേജ്. ഇത് ട്രഷറിൻ്റെ. ഇതിൻ്റെ അടിയിൽ ഒരു ബ്ലാക്ക് ഫ്ലെയിം, ബ്ലാക്ക് അല്ല സിൽവർ ഫ്ലെയിം വരുന്നുണ്ട്. ഞാനിതിലെ ഓരോ മോഡൽസും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇത് കാര്യമായിട്ട് ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ ഇത് ഓവർ പ്രൈസിന് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കളക്ഷനിൽ വെക്കുന്ന ആൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് കാർസ് വാങ്ങുന്ന ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ ഓവർ പ്രൈസിന് മേടിക്കുമ്പോൾ അത് നഷ്ടമാണ്. ഒരുപാട് പൈസ കൂടുതൽ ചിലവാക്കണമല്ലോ. അപ്പോൾ നമുക്കിത് ഏകദേശം ഇത് പർച്ചേസ് ചെയ്യുന്ന ഒരു കാര്യം അറിയാം. നമുക്ക് നോർമൽ പ്രൈസിന് ഇവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാന്നുള്ള കാര്യം അറിയാം. അത് ഞാനിതൊന്ന് കാണിച്ചു തന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം.
സൂപ്പറാണ്. അപ്പോൾ നമ്മളതിലുള്ള ബെസ്റ്റ് മോഡൽസ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ ഇത് എവിടെ നിന്നാണ് MRP പ്രൈസിന്, അതായത് നോർമൽ കാർഡ് 179 നിങ്ങൾക്ക് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞുതരാം. ഇതിൽ ഇപ്പം നമ്മളെ അറിവിൽ നമ്മൾ 2 സ്ഥലത്തു നിന്നാണ് MRP പ്രൈസിന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഒന്ന് ലുലു മാളാണ്, ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയുണ്ടാവും. ഒന്ന് ലുലു മാളാണ്, പിന്നെ ഹാംലീസ് കിഡ്സിൻ്റെ ഷോപ്പാണ്, അതും ലുലു മാളിലോ അങ്ങനെ കുറേ മാളുകളൊക്കെ ഉള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ അവിടെ തന്നെ വളരെ വല്ലപ്പോഴൊക്കെ വരുന്നുള്ളൂ. ഔട്ട് ഓഫ് കേരള കാണുന്നുണ്ടെങ്കിൽ നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ഒരു വട്ടം ഡൽഹിയിൽ പോയ ടൈമിലൊക്കെ നമുക്ക് ഒരുപാട് കളക്ഷൻ ഇവിടെ നിന്നൊന്നും കിട്ടാത്ത മോഡൽസൊക്കെ അവിടെ ആരും എടുക്കാതൊക്കെ നിൽക്കണ്ടേന്. അപ്പോൾ അങ്ങനെ കുറേ ഒരു 10-20 മോഡൽസൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ ലുലു മാളിലാണ് ഇവർ ഏറ്റവും കൂടുതൽ കേസ് ഇറക്കിയിട്ട് ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്ന ഒരു പരിപാടി കണ്ടിട്ടുള്ളത് ലുലു മാളിലാണ്. അതും കാലിക്കറ്റ് ലുലു മാളിൽ നിന്നും കൊച്ചി ലുലു മാളിൽ നിന്നും മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. വേറെ ലുലു മാളിൽ ഞങ്ങൾ പോയി നോക്കിയിട്ടില്ല. അതിൽ ഏറ്റവും കൂടുതൽ കൊച്ചി ലുലുവിലാണ് അവർ ഒന്നും കൂടി സ്പീഡാക്കിയിട്ട് ചിലപ്പോൾ ഒരു ദിവസം തന്നെ 2-3 കേസൊക്കെ ചിലപ്പം വെക്കും, സൺഡേ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ. അതിൽ നമ്മൾ ഇപ്പോൾ 2 സ്ഥലത്താണെങ്കിലും എല്ലാ ലുലുവിലും ഉണ്ടെന്നാണ് നമ്മളെ അറിവിലുള്ളത്. നമ്മളവിടെ സംസാരിക്കലൊക്കെ ഉണ്ട്, അതിനെ പറ്റി കൂടുതൽ എവിടെയാണ് അവൈലബിൾ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ഇതിൽ മോർണിംഗ് ആണ് അധിക ദിവസവും ഫില്ല് ചെയ്യൽ, ചില ദിവസം ഉണ്ടാവലില്ല. ഇത് ഒരു ഹണ്ടിങ് പരിപാടി ആയതുകൊണ്ട് അവർ അങ്ങനെ അറിയിച്ചിട്ടൊന്നും ചെയ്യണ ഒരു പരിപാടിയല്ല. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കളക്ട് ചെയ്യണവരുണ്ടാവും. അതല്ലാണ്ട് ഇപ്പോൾ ദൂരെ നിന്നൊക്കെ വരുന്ന വല്ലപ്പോഴും ഒരുപാട് ദൂരെ നിന്നൊക്കെ വല്ലപ്പോഴും ആളിൽ വരുന്ന ഒരാൾക്കാർക്കും വിചാരിക്കണത് എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശമാണ് അവർക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെ ഇതിന് ആ ഒരു കേസിൽ 1-2 പീസൊക്കെ ചിലപ്പോൾ സെയിം റിപ്പീറ്റേഷനൊക്കെ വരുള്ളൂ. ചില കേസിൽ സിംഗിൾ പീസ് മാത്രമേ ഒരു മോഡൽ ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ടും തിരക്കുണ്ടാവും, വെയിറ്റ് ചെയ്യണവരുണ്ടാവും. പിന്നെ സൂപ്പർ ട്രഷറുണ്ട് പോലത്തെ മോഡലൊക്കെ ഒരു ലക്ക് വേണം കിട്ടാൻ. അതും ചിലപ്പോൾ നമുക്ക് 2 പേരും ഒരേ മോഡലുമോ പിടിച്ച് അതിന് ഫൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കളക്ട് ചെയ്യുക എന്നുള്ളത്. നമ്മളൊക്കെ ഒരു ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ കുറച്ച് അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കും. അല്ലാത്തപ്പോൾ അതിന് നിന്നിട്ട് കാര്യമില്ല. നമ്മൾ വല്ലപ്പോഴും പോയി നോക്കിയിട്ടൊന്നും കിട്ടൂല, കാരണം ഓൾറെഡി ഇതിൻ്റെ വെയിറ്റ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ ലുലു മാളാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഹാംലീസ്, അത് ഞാൻ പറഞ്ഞല്ലോ ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ ഹാംലീസിലൊന്ന് കയറി നോക്കണം, നന്നാവും. ഈ നമ്മൾ ഓവർ പ്രൈസിന് മേടിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ 1-2 മോഡലൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് നമ്മളങ്ങനെ മേടിച്ചിട്ടുണ്ടായിന്. പക്ഷെ നമുക്ക് അവർ പിന്നീട് വിഷമം ഉണ്ടാവുക, കാരണം നമ്മൾ പിന്നെ കളക്ട് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ ആ സെയിം മോഡൽ ചിലപ്പോൾ നമ്മളെ മുന്നിൽ വരും. അപ്പോൾ നമുക്ക് അതങ്ങനെ മേടിക്കേണ്ടില്ലേന്, കാരണം ആ പ്രൈസിന് 2 മേടിക്കാം. MRP പ്രൈസിൽ 179 അല്ലേ വരുന്നുള്ളൂ. പിന്നെ പ്രീമിയം കാറ്റഗറിയിലാണ്, അതിൽ നമ്മൾ വല്ലാതെ എടുക്കലില്ല. വല്ലപ്പോഴും എന്തെങ്കിലും നല്ല മോഡൽസ് കണ്ടാൽ മാത്രമേ എടുക്കലുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ വെയിറ്റ് ചെയ്ത് നോക്കുക. വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ 3 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഓരോ ടൈമിനനുസരിച്ചാണ്. പിന്നെ സാറ്റർഡേ സൺഡേ ക്രൗഡ് വരുന്ന സമയത്താണ് ഇവർ ഏറ്റവും കൂടുതൽ കേസ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.